അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പഠനങ്ങളൊന്നും അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സുനാമി വന്നപ്പോ തന്നെ അമേരിക്കക്കാരെ വിളിച്ച് പറഞ്ഞാ നമ്മൾ അറിഞ്ഞത്. ഇന്ത്യക്കാരെ അറിയുന്നതല്ലേ. അത് നമ്മൾ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. അതായത് നമ്മൾ വീട്ടിലൊരു വിരുന്നുകാർ വരുമ്പോൾ ആദ്യം നമ്മൾ അടുത്ത വീട്ടിലെ ആൾക്കാരിൽ വിളിച്ച് പറയാ ശാന്തേച്ചേ ഇതെങ്ങടെ അമ്മാവൻ വരുന്നേ അതല്ലേ അടുത്ത വീട്ടിലെ ആൾക്കാരാണ്. അപ്പോഴാണ് നമ്മൾ കഥ. ഇല്ല ഞാൻ അതിനോട് യോജിക്കുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് അമേരിക്ക എന്ന് പറയുമ്പോ പിന്നെ വരാനുള്ളത് ഇല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ നേരത്തെ കൂട്ടി മനസ്സിലാക്കി അതിന് വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുക്കും. പക്ഷേ ഇന്ത്യ നിങ്ങൾ ഈ വാന നിരീക്ഷണം എന്ന് പറഞ്ഞ് നിങ്ങള് വന്നതിന് ശേഷമല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? അതല്ല വേണ്ടത്. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ഞാൻ പറയുന്നതാണ് ശരി. വരുന്നതിന് മുമ്പ് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം. ശരിയാണെന്നാണ് നിങ്ങളുടെ വിശ്വാസം? അതെ. എന്നാ പിന്നെ നിങ്ങൾ ഇപ്പൊ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരണം. അല്ല എനിക്കൊരു അസുഖമില്ലല്ലോ. അതെന്നെയാ പറഞ്ഞത്. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുള്ളൂ അല്ലേ? അപ്പൊ അതാണ് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലേ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ വന്നതിന് ശേഷമേ നമ്മൾ അതിന്റെ ആവശ്യമുള്ളൂ. അമേരിക്കക്കാർ ഫൂളിഷ്നെസ് ആണ് കാണിക്കുന്നത് അല്ലേ സാർ? അല്ല നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താ? ഇത് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഫ്ലോർ ആണ്. ഇവിടെ എന്തിനാ വന്നത്? നിങ്ങൾ പുറത്തു പോകും. പുറത്തു പറ്റോ എന്നിട്ട് വേണം നമ്മൾ തീക്കാറ്റടിച്ചിട്ട് മരിക്കല്ലേ? ഇത് കണ്ട 5 ദിവസം കണ്ണൂർ പോയിട്ട് ഞാൻ കടൽക്കാർക്ക് തീക്കാറ്റുണ്ടെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ പോയതാ. ഇത് കണ്ട കരിഞ്ഞിട്ട് ഇങ്ങനെയൊന്നല്ലോ നല്ലതാ. നല്ല നിറമായിരുന്നു എനിക്ക്. ഇതുപോലെ നല്ല കളറുണ്ടായിരുന്നു. അത് ശരി. അപ്പൊ ഇതൊക്കെ ഫാഷൻ അല്ലല്ലേ? കരിഞ്ഞു പോയതാണ്. അത് ശരി. അളവെടുക്കാൻ പോയതാണ്. തീക്കാറ്റിന്റെ അളവ് ഇത്തിരി തെറ്റിപ്പോയി. അപ്പൊ ഇതുപോലെ നല്ല വെളുപ്പായിരുന്നു. നല്ല വെളുപ്പായിരുന്നു. അത് ശരി. പിന്നെ ഞാൻ വെളുപ്പിക്കാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് പക്ഷെ കുടുംബം വെളുത്തു, ഞാൻ വെളുത്തില്ല. ഒരു പരിപാടി ഉണ്ടോ ഇതുപോലെ ഈ കുട്ടീനെ പോലെ വെളുപ്പിക്കാൻ? ഇതുപോലെ വെളുക്കണം. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. തൊലി ഉരിച്ചാൽ മതി. നിങ്ങളെ തൊലി അങ്ങ് ഉരിച്ച് കളയും. അപ്പൊ വെളുക്കും. ഇത് ശരിയാവും തോന്നുന്നില്ല. പിന്നെ എന്താ ചെയ്യാൻ? ഒരു കാര്യം ചെയ്യൂ. ഇതെന്താ സംഭവം? ഇത് നമ്മള് പിന്നെ ദൂരെയുള്ള സംഭവം നമുക്ക് ഇവനെ അടുത്ത് കാണാൻ പറ്റും. ആണോ? നമ്മള് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് അത് തന്നെ ചെയ്യുന്നത്. നമ്മൾ ഈ അടുത്തുള്ള സംഭവം ഷൂട്ട് ചെയ്തിട്ട് ദൂരമുള്ളവർക്കൊക്കെ കാണിച്ചു. അപ്പൊ ഈ ദൂരദർശി കൂടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് കാണാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാണാം. എല്ലാം നമുക്ക് കാണാം. ഇതുവഴി നോക്കി അമേരിക്ക കാണാൻ പറ്റും. അമേരിക്ക കാണാൻ പറ്റില്ല. പക്ഷെ അമേരിക്കയുടെ ആകാശം നമുക്ക് കാണാം. അമേരിക്കയുടെ ആകാശം കാണാൻ. എന്താ അമേരിക്ക കാണാൻ പറ്റാത്തത്? അത് ഇന്ന് കാണാൻ പറ്റില്ല. ഇന്ന് ആകാശം കാണാം. ഇന്ന് നമ്മുടെ ആകാശമാണ്. നാളെ അമേരിക്ക ഭൂമി തിരിഞ്ഞു വരുമ്പോ അമേരിക്ക വരും. അപ്പൊ അമേരിക്കയുടെ ആകാശം. അപ്പൊ നാളെ നോക്കിയാൽ മതി. ഓക്കെ. അല്ല നിങ്ങൾ പുറത്തോട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് പ്രോഗ്രാം നടത്തായിരുന്നു. നമ്മൾ ഇവിടെ നിന്നാണ് ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പുറത്ത് ഇറങ്ങിയത് ശരിയാവില്ല. എന്താ ഇവിടെ നിന്ന് പ്രശ്നമുണ്ട് എന്തെങ്കിലും? അല്ല പ്രശ്നമുണ്ട്. പ്രോഗ്രാം ഉണ്ടേ. നമുക്കറിയാം നമ്മളും കലാകാരന്മാരൊക്കെയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ വല്ല സമ്മാനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. കലാകാരനാണ്. ശാസ്ത്രജ്ഞന്മാരായത് നമ്മുടെ തെറ്റാണോ? അത് തെറ്റല്ല. ഇപ്പൊ നന്നായി പാട്ടൊക്കെ പാടും. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു പാട്ടൊന്ന് പാട്ട് ഇവരോട് ചോദിച്ചിട്ട് മതി. അല്ല ഒരു ശാസ്ത്രജ്ഞനാണ്. ഒരു പാട്ട് പാടി സർ. ഇത് കുഴപ്പമില്ലെങ്കിൽ ഒന്ന് മാറ്റിയിക്കട്ടെ. ഒരു പാട്ട് പാടും സർ. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യ പുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു.